ഷിഗരുദ്രം. രചന ജൂബി ജൂപ്പിറ്റർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നീ എന്റെ പെണ്ണിന് നൽകിയ വേദനയുടെ ഇരട്ടി വേദന നിനക്ക് തരുമീ രുദ്രൻ. അതും പറഞ്ഞ് രുദ്രൻ അവളെ വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. അവളെ കാറിലേക്കിട്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. ദേവൻ ഓടിപ്പോയി കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. രുദ്രന്റെ കാറ് ഒരു ഇരമ്പലോടെ തറവാടിന്റെ ഗേറ്റ് കടന്നുപോയി. ആരും ഒന്നും മിണ്ടാതെ കുറച്ചു സമയം കടന്നുപോയി. ഇച്ചു ആരെയും നോക്കാതെ തന്റെ മുറിയിലേക്ക് പോയി. അവളുടെ മനസ്സിലേക്ക് നന്ദന്റെയും ജാനകിയുടെയും മുഖം കടന്നു വന്നു. അച്ഛനും അമ്മയും എന്നതിലുപരി സുഹൃത്തുക്കളെ പോലെയാണ് അവർ. ഇതുവരെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. പക്ഷേ തന്നിൽ ആദ്യമായി മുളപൊട്ടിയ പ്രണയം അവരോട് പറഞ്ഞില്ല. തന്റെ നാവിൽ നിന്നല്ലാതെ അവർ തന്റെ ഇഷ്ടം അറിഞ്ഞിരിക്കുന്നു. തന്നോട് ദേഷ്യമായിരിക്കും അവർക്ക്. എല്ലാത്തിനും സ്വാതന്ത്ര്യം തന്നു. തന്റെ കുറുമ്പുകൾക്ക് മൗനമായി കൂടെ നിന്നു. പക്ഷെ താൻ ചെയ്തോ? തന്നുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ലേ? ഓരോന്ന് ആലോചിച്ച് വിങ്ങുന്ന മനസ്സോടെ അവൾ ഇരുന്നു. രുദ്രൻ നിന്നേ. നന്ദന്റെ വാക്കേട്ട് ഗോവണി കയറാൻ തുടങ്ങിയ രുദ്രൻ പതിയെ നിന്നു. അങ്ങനെ ഒരു വിളി പ്രതീക്ഷിച്ചതിനാൽ അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. എന്താ മാമ? നീ നേരത്തെ അങ്ങനെ പറഞ്ഞല്ല, ഞങ്ങൾ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. എന്നാലും ചോദിക്കുക, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇച്ചുവിനോടുള്ള എൻ്റെ ഇഷ്ടത്തെക്കുറിച്ചാണ് മാമൻ ചോദിച്ചെങ്കിൽ 100% അതിൽ സത്യം മാത്രമേ ഉള്ളൂ. എനിക്ക് അവളെ ഇഷ്ടമാണ്, അവൾക്ക് എന്നെയും. യാതൊരു മടിയും കൂടാതെ നന്ദന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഉറച്ച ശബ്ദത്തോടെ രുദ്രൻ പറഞ്ഞു. ഇച്ചുവിനെ എല്ലാവരെയും നോക്കാൻ മടി തോന്നി. ജാനകി ഇച്ചുവിനടുത്തേക്ക് വന്നു. രുദ്രൻ പറഞ്ഞ സത്യമാണ് ഇച്ചു? നിനക്ക് അവന് ഇഷ്ടമാണോ? ജാനകി ചോദിച്ചപ്പോൾ ഇച്ചു തലയുയർത്തി അവരെ നോക്കി. ശേഷം രുദ്രനെയും. എവിടെന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൾ പതിയെ മൊഴിഞ്ഞു. അതെ, ഇഷ്ടമാണ്. എല്ലാവരും പരസ്പരം നോക്കി. നന്ദൻ ഇച്ചുവിനെ നോക്കി. കുറ്റബോധത്താൽ അവളുടെ ശിരസ് കുനിഞ്ഞു. രുദ്രന്റെ അതിരങ്ങളിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. നിങ്ങളോട് ഇത് പറയുന്നതിൽ വിഷമമുണ്ട്, എന്നാലും പറയാ, ഇത് നടക്കില്ല. നിങ്ങളിത് മറക്കണം. രുദ്രനെ ഈച്ചുവിനെയും നോക്കിക്കൊണ്ട് നന്ദൻ പറഞ്ഞു. ഈച്ചു പകപ്പോടെ നന്ദനെ നോക്കി. രുദ്രന് വലിയ ബാമാറ്റൊന്നും ഇല്ലായിരുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ മകന് വേണ്ടി ഇച്ചുവിനെ പറഞ്ഞു വെച്ചിരിക്കുക. ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങൾക്ക് മുന്നേ ഞാൻ വാക്കൊടുത്തു പോയി. അതിനി പിൻവലിക്കാനാവില്ല. നന്ദൻ പറഞ്ഞപ്പോൾ ഈച്ചു ഞെട്ടിപ്പോയി. അവളുടെ കണ്ണുകൾ ഈറാനായി. ഒരു നിമിഷം എല്ലാവരും രുദ്രനെ നോക്കി. അവന്റെ മുഖമെല്ലാം ചുവന്നു തുടുത്തൊരു പരുവമായിരുന്നു. ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. കയ്യിലെ മുഷ്ടിയുരുട്ടി അവൻ അവന്റെ ദേഷ്യം നിയന്ത്രിച്ചു. ക്ഷമിക്കണം മാമ, മാമൻ വാക്ക് പിൻവലിക്കേണ്ടി വരും. അവൾ എൻ്റെ പെണ്ണാ, രുദ്രന്റെ പെണ്ണ്. അവളുടെ പേരിന്റെ കൂടെ വേറെ ആളുടെ പേര് ചേർത്ത് പറയുന്ന പോലെ എനിക്ക് സഹിക്കില്ല. അവളുടെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് എൻ്റെ തന്നെ ആയിരിക്കും. അത് ഞാൻ അവൾ കൊടുത്തിട്ടുള്ള ഉറപ്പാണ്. അത് ഏത് വിധേനയും രുദ്രൻ പാലിച്ചിരിക്കും. രുദ്രന്റെ വാക്കുകൾ ഇച്ചുവിന്റെ കണ്ണുകൾ ഈറനണിയിച്ചു. അവൾ നന്ദിയോടെ രുദ്രനെ നോക്കി. നീ പേടിക്കണ്ട. എന്തിന്റെ പേരിലായാലും ആരുടെ പേരിലായാലും രുദ്രൻ നിന്നെ വേണ്ടാന്ന് നോക്കില്ല. അങ്ങനെ സംഭവിച്ചാ അന്ന് എൻ്റെ അന്ത്യമായിരിക്കും. ഇച്ചുവിന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. മരുമോനും നിന്നേ. നന്ദൻ വിളിക്കുന്നേട്ട് രുദ്രൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. സംശയിക്കണ്ട, പെങ്ങളുടെ മോനായിട്ടല്ല, എൻ്റെ മോളുടെ ഭാവി കെട്ടിയോനെന്നുള്ള രീതിയിലാ മരുമോനെന്ന് വിളിച്ച്. എന്തേ പിടിച്ചില്ലേ? കള്ളച്ചിരിയോടെ നന്ദൻ പറഞ്ഞപ്പോൾ രുദ്രൻ നന്ദൻ്റെ അടുത്തേക്ക് നടന്നു. അത് കണ്ട് എല്ലാവരും അവരെ തന്നെ നോക്കി. ഒരു നിമിഷം അവിടെ നിശബ്ദത പടർന്നു. എല്ലാവരും അവരെ തന്നെ ഉറ്റുനോക്കി. അമ്മായിയച്ച? രുദ്രൻ നന്ദനെ ഇറുകെപ്പെടുന്നോണ്ട് വിളിച്ചു. എല്ലാവരും ചിരിച്ചു. ഇച്ചു കണ്ണീരോടെ പുഞ്ചിരിച്ചു. എന്തായാലും മരുമോനെ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത്ര പേരുടെ മുമ്പിൽ വെച്ച് നീ എൻ്റെ മോളെ വേണമെന്ന് പറഞ്ഞില്ലേ? നീ അവൾക്ക് പറ്റിയവൻ തന്നെയാ. രുദ്രന്റെ തോളിൽ തട്ടിക്കൊണ്ട് നന്ദൻ പറഞ്ഞപ്പോൾ അവനൊന്ന് കണ്ണിറുക്കി കാണിച്ചു. എന്തായാലും നമ്മുടെ ഇച്ചൂട്ടി ഭാഗ്യവതിയാ. ഏത് പ്രതിസന്ധിയിലും നീ അവളെ ചേർത്ത് പിടിക്കുന്ന ഞങ്ങൾക്ക് ഇതോടെ മനസ്സിലായി, അല്ലേ നന്ദ? വിജയം പറഞ്ഞപ്പോൾ നന്ദൻ തലയാട്ടി. ഏതായാലും നന്നായി. ഇവിടെ നിലക്കിരുത്താൻ മോനെ കൊണ്ടേ പറ്റൂ. ജാനകി പറഞ്ഞപ്പോൾ ഇച്ചു മുഖം വീർപ്പിച്ചു. രുദ്രൻ അവളെ നോക്കി വിജയശ്ശേരി ചിരിച്ചു. അത് കണ്ട് ഇച്ചു മുഖം കൂട്ടി. ആദിയും അജുവും പരസ്പരം പുഞ്ചിരിയോടെ നോക്കി. ആമിയും നന്ദുവും ഇച്ചുവിന്റെ ഇടവും വലവും നിന്ന് പുണർന്നു. അതൊന്നല്ല എനിക്ക് ചിരി വരുന്നത്. ഈ തലതെറിച്ചിന്റെ കിട്ടിയ പോലീസാണെന്ന് നാട്ടുകാരറിയുമ്പോഴുള്ള കാര്യമാണ്. അതും പറഞ്ഞ് ആദ്യം ചിരിക്കാൻ തുടങ്ങി. പുറകെ ബാക്കിയുള്ളവരും. പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു. വീടിന്റെ വിളക്കുകൾ എങ്ങും പോകാതെ അവിടെ തന്നെ കാണുമെന്ന ചിന്ത എല്ലാവരുടെയും മനസ്സിനെ കുളിരണിയിച്ചു. ലക്ഷ്മി ഒന്ന് ഇച്ചുവിനെ ചേർത്ത് പിടിച്ചു. അവർ ഏറെ ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നത്. രവിക്ക് തന്റെ മകനെ കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നി. മുത്തശ്ശനും മുത്തശ്ശിയും അത്യധികം സന്തോഷത്തിലായിരുന്നു. ജാനകിയും നന്ദനും തൃപ്തിയോടെ പരസ്പരം നോക്കി. വർഷയ്ക്ക് ദേഷ്യം കൊണ്ട് കണ്ണു കാണുന്നില്ലായിരുന്നു.
ഇച്ചുവിനോടുള്ള അടങ്ങാത്ത പകയോടെ അവൾ നിന്ന് വിറച്ചു. താൻ മോഹിച്ച പുരുഷനെ ഇച്ചുവിന് സ്വന്തമാവാൻ പോകുന്നു എന്നത് അവൾക്ക് സഹിക്കാനായില്ല. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് അവൾ നിന്നു. അപ്പൊ എങ്ങനെയാ കാര്യങ്ങള്? കുട്ടികളുടെ കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ? എന്തായാലും ജോത്സ്യം വരട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. അദ്ദേഹം നാളെ എത്തുന്നല്ലേ പറഞ്ഞ്? അതെ, ബാക്കി നാളെ നോക്കാം. നാളെ ഉച്ചക്ക് ഗംഭീരായിട്ടുള്ളൊരു സദ്യ ഒരുക്കണം. ശരി, എന്നാ എല്ലാവരും വരൂ, ഊണ് കഴിക്കാം. രാത്രി ഭക്ഷണത്തിന് ശേഷം മുകളിലെ കോമൺ ബാൽക്കണിയിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോഴാണ് 2 കൈകൾ വന്ന് രുദ്രനെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ചത്. കേവലം ആ സ്പർശനത്തിൽ നിന്നും ഗന്ധത്തിൽ നിന്നും അതാരാണെന്ന് അവന് മനസ്സിലായി. ഒരു ചിരിയോടെ അവിടെ കൈകൾക്ക് മേലെ കൈവച്ച് അവൻ ഫോൺ വിളി തുടർന്നു. കോള് കട്ട് ചെയ്ത ശേഷം അവൻ തന്റെ പുറകിൽ നിൽക്കുന്നവൾ വലിച്ച് മുന്നിലേക്ക് നിർത്തി. ഇച്ചു രുദ്രനെ ഇറുകെ പുണർന്നു. എന്തുപറ്റി എന്റെ പെണ്ണിന്? അവന്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ച് നിൽക്കുന്നവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. താങ്ക്സ് രുദ്രേട്ട, എന്നെ ചേർത്ത് പിടിച്ചതിന്, എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതിന്, എനിക്ക് വേദനിക്കുമ്പോൾ കൂടെ വേദനിക്കുന്നതിന്. ലവ് യു. നീ എൻ്റെ അല്ലടി. ലവ് യു ടു. അവളുടെ നെറ്റിയിൽ മുകർന്നുകൊണ്ട് അവൻ പറഞ്ഞു. നാളെ ജോലിശ്ശേരി വരും രുദ്രേട്ട, ജാതകത്തിൽ വല്ല പ്രശ്നവും വന്നാ. ഇച്ചു പേടിയോടെ പറഞ്ഞു നിർത്തി. അപ്പോഴും രുദ്രന്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. നീ പേടിക്കണ്ട ഇച്ചു, നീ എനിക്ക് വേണ്ടി ജനിച്ചവളാ, ഞാൻ നിനക്ക് വേണ്ടി. ആർക്കും ഒന്നിനും നമ്മൾ പിരിക്കാൻ കഴിയില്ല. രുദ്രന്റെ വാക്കുകൾ ഇച്ചുവിൽ ആശ്വാസവും സന്തോഷവും നിറച്ചു. രണ്ടുപേരും ഒത്തിരി നേരം സംസാരിച്ചിരുന്നാണ് ഉറങ്ങാനായി പോയത്. പിറ്റേന്ന് കാലത്ത് ഒരു 10:00 മുത്തശ്ശന്റെ സുഹൃത്ത് രാമസ്വാമി ജ്യോതിഷർ മാണിക്യശ്ശേരിയിലെത്തി. എല്ലാവരും അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചു. ചായയും മറ്റും നൽകി സൽക്കരിച്ചു. വിശേഷം പറയലിനെല്ലാം ശേഷം കുട്ടികളുടെ പൊരുത്തം നോക്കാൻ മുത്തശ്ശൻ പറഞ്ഞപ്പോൾ ജോത്സ്യരും അതിനായി തയ്യാറെടുത്തു. ആദ്യം ആമിയും ദേവനുമായിരുന്നു. രണ്ടുപേരുടെയും മാതാപിതാക്കൾ അവരവരുടെ ജാതകങ്ങൾ ജോത്സ്യർക്ക് കൈമാറി. ദേവനും ആമിയും ജോത്സ്യരുടെ മുന്നിലിരുന്നു. ജോത്സ്യൻ രണ്ടുപേരെയും നോക്കി, ശേഷം ജാതകത്തിലേക്കും. 10 പൊരുത്തം. ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്, പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും കാണില്ല. ജോത്സ്യം പറഞ്ഞതും എല്ലാവരും സന്തോഷത്തോടെ പരസ്പരം നോക്കി. നിശ്ചയത്തിനായിട്ട് നല്ലൊരു മുഹൂർത്തം കുറിച്ച് തരണം. വിവാഹം എന്തായാലും 1 വർഷം കഴിഞ്ഞേ ഉള്ളൂ. അടുത്ത ആഴ്ച നല്ലൊരു മുഹൂർത്തം കാണുന്നുണ്ട്. ഞായറാഴ്ച 10:30ക്കും 11 മണിക്കും ഇടയിലുള്ള സമയത്ത് മോതിരം അങ്ങോട്ട് കൈമാറുക. അങ്ങനെ ആവട്ടെ. ഇനി രുദ്രനിച്ചു ഇരുന്നോളൂ. ഇരുവരുടെയും ജാതകങ്ങൾ കൈമാറിയ ശേഷം രവി നന്ദനും മാറി നിന്നു. ഇച്ചു രുദ്രനും ജോത്സ്യരുടെ മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്നു. ജോത്സ്യർ ഇരുവരുടെയും ജാതകങ്ങൾ നോക്കിയ ശേഷം അവരുടെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവങ്ങൾ എല്ലാവരിലും അകാരണമായ ഭയമുണ്ടാക്കി. ഇവരുടെ ജാതകങ്ങൾ നോക്കേണ്ടതില്ല. ശിവനും പാർവതിയും പോലെ ഇവന് വേണ്ടി ജനിച്ചതാ ഇവള്. കഴിഞ്ഞതും ഇനി വരാനിരിക്കുന്ന ജന്മങ്ങളിലും ഇവന്റെ പാതി ഇവള് തന്നെയാ. പുഞ്ചിരിയോടെ ജോത്സ്യർ പറഞ്ഞു നിർത്തി. എല്ലാവരുടെയും മുഖങ്ങളിൽ സന്തോഷവും അത്ഭുതം അലതല്ലി. ഇച്ചു രുദ്രനെ നോക്കി. അവൾക്ക് അവൻ ഇന്നലെ പറഞ്ഞ ഓർമ്മ വന്നു. നീ പേടിക്കണ്ട ഇച്ചു, നീ എനിക്ക് വേണ്ടി ജനിച്ചവളാ, ഞാൻ നിനക്ക് വേണ്ടി. ആർക്കും ഒന്നിനും നമ്മളെ പിരിക്കാൻ കഴിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു, ഒപ്പം മധുരങ്ങളിൽ പുഞ്ചിരിയും. അവൾ രുദ്രന്റെ വിരലുകളിൽ വിരൽ കോർത്തു. അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി. ദോഷങ്ങളൊന്നും കാണില്ല, പക്ഷേ. അദ്ദേഹം പകുതിക്ക് വെച്ച് നിർത്തിയപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു. ഇത്ര നേരം ഉണ്ടായിരുന്ന സന്തോഷത്തിന് ആശ്വാസത്തിന് നീർക്കുമ്പിളുകളുടെ ആയുസേ ഉള്ളൂ എന്നോ ഇച്ചുവിന് തോന്നി. അവളുടെ കൈകൾ രുദ്രനിൽ മുറുകി. അവൻ അവൾക്ക് നേരെ കണ്ണു ചിമ്മി. എന്താ രാമസ്വാമി, എന്തെങ്കിലും പ്രശ്നം കാണുന്നുണ്ടോ? മുത്തശ്ശൻ ആകുലതയോടെ തിരക്കി. ഇരുവർക്കും തരണം ചെയ്യാൻ ഒരുപാടുണ്ടേ. ഞാൻ പറഞ്ഞില്ലേ, സാധാരണ ഒരു ബന്ധമല്ലേ ഇവരുടെ. ഇങ്ങനെ ഒരു കൂടിച്ചേരൽ അത് മുജ്ജന്മത്തിൽ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാ. ഭയപ്പെടേണ്ട, പരീക്ഷണങ്ങൾക്ക് മുന്നിൽ പതറാതെ പിടിച്ചു നിൽക്കുക. ഇവൾക്ക് ഇവനും ഇവൻ ഇവളും പരസ്പരം രക്ഷാകവചാവും. നേരിയ പുൻസിരിയോടെ ജ്യോതിഷർ പറഞ്ഞു നിർത്തി. പലരിലും അത് ഭയവും ആശ്വാസവും ഒരുപോലെ നിറച്ചു. അപ്പൊ വിവാഹം? നന്ദൻ ചോദിച്ചു. അത് നീണ്ടുപോയില്ല. നിശ്ചയം ഇരുകൂട്ടരുടേത് ഒരുമിച്ചാവാം, പക്ഷേ വിവാഹം. അദ്ദേഹം പറയുന്ന നിർത്തി കയ്യിൽ കൂട്ടിയും കുറച്ച് നോക്കി. ശേഷം പറഞ്ഞു. ചിങ്ങം 17-ന് 10:30ക്കും 11 മണിക്കിടയിലുള്ള മുഹൂർത്തം. എന്തൊക്കെ സംഭവിച്ചാലും അന്ന് ഇവരുടെ വിവാഹം നടന്നിരിക്കും. അത് ദൈവനിശ്ചയാ. രാമസ്വാമിയുടെ വാക്കുകൾ എല്ലാവരിലും ഞെട്ടിലുളവാക്കി. അയ്യോ ജോത്സ്യരെ, ചിങ്ങം 17 എന്ന് പറയുമ്പോൾ ഇനി 1.5 മാസം കൂടിയല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, ചേട്ടൻ നിൽക്കുമ്പോൾ അനിയൻ എങ്ങനെയാ? രവി തന്റെ ആശങ്ക മറച്ചു വെച്ചില്ല. എല്ലാവരും അത് ശരിയാണെന്ന പോലെ തലയാട്ടി. ഞാൻ പറഞ്ഞില്ലേ, എന്ത് നടന്നാലും ചിങ്ങം 17-ന് ഇവരുടെ വിവാഹം നടക്കും.
അത് എനിക്കോ നിങ്ങൾക്കോ തടയാനാവില്ല. ജ്യേഷ്ഠന്റെ വിവാഹത്തിനു മുമ്പുള്ള ഏതെങ്കിലും മുഹൂർത്തത്തിൽ നടത്തുക എന്നുള്ളതല്ലാതെ മറ്റൊരു പരിഹാരവും കാണുന്നില്ല. ഞങ്ങൾക്ക് പ്രശ്നമില്ല. എപ്പോഴായാലും ആമിയെ ദേവൻ നൽകേണ്ടതല്ലേ. മാത്രമല്ല മോള് ഞങ്ങൾ വിട്ടുപോകുന്നുള്ള ടെൻഷനുമില്ല. എന്താ ദേവന്റെ അഭിപ്രായം? സുരേന്ദ്രൻ ദേവനെ നോക്കി ചോദിച്ചു. എനിക്ക് പ്രശ്നമില്ല ആമ. എങ്കിൽ ഇവിടെ വിവാഹത്തിലുള്ള മുഹൂർത്തം നോക്കിക്കോളൂ. ചിങ്ങം 9, 11-നും 12-നും ഇടയിൽ നല്ലൊരു മുഹൂർത്തമുണ്ട്. ജോത്സ്യർ പറഞ്ഞു കേട്ട് എല്ലാവരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ദേവൻ ആമിയെ നോക്കി. ആമി നാണത്തോടെ തലതാഴ്ത്തി. ഉച്ചഭക്ഷണത്തിന് ശേഷം ഇരുവരുടെയും വിവാഹത്തിന് ക്ഷണിച്ചാണ് മാണിക്യശ്ശേരിക്കാർ രാമസ്വാമി ജോത്സ്യരെ യാത്രയാക്കിയത്. വിവാഹം പെട്ടെന്നായതിൻ്റെ ആകുലത ഉണ്ടെങ്കിലും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇച്ചുവിൻ്റെയും രുദ്രൻ്റെയും ബന്ധത്തിൻ്റെ പ്രത്യേകതകളെ പറ്റിയായി അവിടെ ചർച്ച. ജോത്സ്യരുടെ വാക്കുകൾ എല്ലാവരിലും അത്ഭുതം നിറച്ചിരുന്നു. ഓരോന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് സുനിത തൻ്റെ ആവശ്യമായി രംഗത്ത് വന്നത്. അത് പിന്നെ അച്ചുവിൻ്റെ കല്യാണം 1 വർഷം കഴിഞ്ഞല്ലേ. അതിനു മുമ്പ് അവൾക്ക് ഇളയോട് നടത്തിയ നാട്ടുകാരെന്താ പറയുക? സുനിത പറഞ്ഞാൽ കാര്യമുള്ളതിനാൽ പിന്നെ അതിനെപ്പറ്റിയായി ചർച്ച. ഒരു കാര്യം ചെയ്യാം. ആമിയുടെയും ദേവന്റെയും അച്ചുവിൻ്റെയും ആകാശിൻ്റെയും വിവാഹം ഒരുമിച്ച് അങ്ങോട്ട് നടത്താം. മുത്തച്ഛൻ്റെ അഭിപ്രായം ഒരാളിൽ മാത്രം അതൃപ്തി നിറച്ച്. എനിക്ക് പഠിപ്പ് കഴിഞ്ഞിട്ട് കല്യാണം മതി മുത്തച്ഛ, ഇനി 1 വർഷം കൂടിയല്ലേ ഉള്ളൂ. അതെ, അച്ചു പറഞ്ഞാൽ ശരി. അപ്പോഴേക്കും മോൾക്കും ആകാശിനും പരസ്പരം മനസ്സിലാക്കാനുള്ള സമയവും കിട്ടും. നന്ദൻ അച്ചുവിൻ്റെ ഭാഗം നിന്ന് പറഞ്ഞു. അച്ചു നന്ദിയോടെ നന്ദനെ നോക്കി. സുനിതയുടെ മുഖം മാത്രം വീർത്തു നിന്നു. വൈകുന്നേരം റൂമിലേക്ക് തുള്ളിച്ചാടി ഒന്നയിച്ചു തൻ്റെ കട്ടിൽ നിന്ന് ഏതോ ബുക്ക് നോക്കുന്ന രുദ്രനെ കണ്ട് അവിടെ തന്നെ നിന്നു. ഹലോ, റൂം മാറിപ്പോയി, ഇത് എൻ്റെ റൂമാ. ചുണ്ടിലൊളിപ്പിച്ച ചിരിയുമായി ഇച്ചു രുദ്രനെ നോക്കി വീറോടെ പറഞ്ഞു. അത് കേട്ട് രുദ്രൻ ബുക്ക് മാറ്റി വെച്ച് സംശയത്തോടെ ഇച്ചുവിനെ നോക്കി. നിന്റെ റൂമോ? ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ റൂമാ. കണ്ടില്ലേ എന്താ ഐസൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത്? അപ്പോഴാണ് ഇച്ചു രുദ്രൻ്റെ കയ്യിലുണ്ടായിരുന്ന ബുക്ക് ശരിക്കും നോക്കിയത്. അവൾക്ക് എന്തോ ചമ്മൽ തോന്നി. അത് പിന്നെ ഞാൻ ഇച്ചു തപ്പി കളിച്ചു. നീ കൊള്ളാലോടി, നൈസായിട്ട് വരച്ചിട്ടുണ്ടല്ലോ, ശരിക്കും ജീവനുള്ള പോലെ. ഇച്ചു വരച്ച് തീർത്ത നയനങ്ങളിൽ തലോടി രുദ്രൻ പറഞ്ഞു. ഇച്ചു ഒരു ചിരിയോടെ അവനരികിലേക്ക് നടന്നു. കടും ചുവപ്പ് ദാവണി അണിഞ്ഞ് കിളങ്ങുന്ന കൊലുസിൻ്റെ അകമ്പടിയോടെ നടന്നു വരുന്ന അവളെ കാണും തോറും അവൻ്റെ കണ്ണിൽ പ്രണയത്തിൽ അലയടിച്ചുകൊണ്ടിരുന്നു. നമുക്ക് ബാൽക്കണി പോയിരിക്കാം. ഇച്ചുവിൻ്റെ ചോദ്യം കേട്ട് തലകുലുക്കി അവൻ അവൾ അനുഗമിച്ചു. ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നപ്പോഴേ നല്ല തണുത്ത കാറ്റ് അവരെ തേടിയെത്തി. നേരെ നോക്കിയാൽ കാണുന്ന വിശാലമായ നെൽപ്പാടങ്ങളാണ്. അതിൻ്റെ കുറുകെയുള്ള ടാറിട്ട റോഡിലൂടെ വാഹനങ്ങളും മറ്റും പോകുന്ന കാണും. ഇരുവരും ചെറുചിരിയോടെ മനസ്സിൽ തുടികൊട്ടുന്ന പ്രണയത്തോടെ ചാരുപടിയിൽ പരസ്പരം നോക്കിയിരുന്നു. ഇച്ചു, ഒരു പാട്ട് പാടാമോ? പിന്നെന്താ, ഏത് വേണം? ഏത് വേണമെങ്കിലും പാടിക്കോ. രുദ്രൻ ഇച്ചുവിൻ്റെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു. ചുണ്ടിലൊരു ചിരിയുമായി കണ്ണുകളടച്ച് അവൾ ശാന്തമായി പാടി നിർത്തി ഇച്ചു രുദ്രനെ നോക്കി. ഐ ലവ് യു ഇച്ചു പറയുന്നതിനൊപ്പം അവൻ അവിടെ കൈവെള്ളയിൽ അമർത്തി ചുംബിച്ചു. ഇച്ചു കുനിഞ്ഞു വന്ന് അവനെ നെറ്റിയിൽ മുത്തി. ശേഷം പറഞ്ഞു, നിന്റെ ഈ ശബ്ദമുണ്ടല്ലോ ഇച്ചു, അതിങ്ങനെ എൻ്റെ ഹൃദയത്തിലോട്ട് തുളച്ച് കയറുക. പ്രണയാതുരമായി രുദ്രൻ പറഞ്ഞതും ഇച്ചു ഒന്ന് ചിരിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.